പ്രസക്തമായ ചില സംശയങ്ങൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ ചോദിക്കാം. എന്തായാലും ആ ചിത്രത്തിൻ്റെ സംവിധായകൻ BM ബിനുവിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഹരിചന്ദ്രൻ്റെ ഷൂട്ടിംഗ് ഒറ്റപ്പാലത്തും ഷോർട്ട്നൂരും ചെറുതുരുത്തിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഒറ്റപ്പാലത്തായിരുന്നു മെയിൻ ലൊക്കേഷൻ. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരും ഞാനടക്കമുള്ള ക്രൂസും എല്ലാം താമസിച്ചിരുന്നത് ഒറ്റപ്പാലം അയോധ്യ ഹോട്ടലിലായിരുന്നു. വിജയസാധ്യതയുള്ളൊരു വേഷമായിട്ടും മുരളിച്ചേട്ടൻ എവിടെയോ തൻ്റെ ആത്മാർത്ഥത നഷ്ടപ്പെടുത്തിയതായി എനിക്ക് പലപ്പോഴും ഈ പ്രൊജക്റ്റിൽ തോന്നിയതാണ്. കഴിയുമ്പോഴേക്കും തന്നെ പിറ്റേന്നാകുമ്പോഴേക്കും മുരളിയേട്ടൻ 2 ദിവസം കഴിയുമ്പോഴേക്കും മുരളിയേട്ടൻ എത്ര ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഷൂട്ടിംഗ്, അതായത് മുരളിയേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഔട്ട് ഹൗസിൽ, കാരണം ഇയാൾ സ്ത്രീ വിരോധിയൊക്കെ ആയിരിക്കുന്ന കക്ഷികൾ. സംവിധായകനോടുള്ള ആത്മബന്ധം വെച്ച് ശ്രീ മമ്മൂക്ക ഷൂട്ടിങ്ങിനിടയിൽ ലൊക്കേഷനിൽ BM ബിനുവിനെ കാണാൻ വന്നത് പിന്നീടൊരു വലിയ വിവാദമായതും ഈ സിനിമയിൽ സംഭവിച്ച കാര്യമാണ്. അത് ഞാൻ അവസാനം പറയാം. എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരാൾ കാണാൻ വേണ്ടത് കുറച്ച് ദൂരം ഒരാൾ വന്നിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അല്ല, പുള്ളി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷോട്ട് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. മുരളിച്ചേട്ടൻ അയോധ്യയുടെ കോമ്പൗണ്ടിൽ വന്ന് ഉച്ചത്തിൽ വഴക്കുണ്ടാക്കിയ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ യാത്രയുമായി ബന്ധപ്പെട്ട് ആരോ അപവാദ കഥകൾ പ്രചരിപ്പിച്ചുവെന്നും അത് അദ്ദേഹം അറിഞ്ഞതുമാണ് ആ പ്രകോപനത്തിന് കാരണം. അതിൻ്റെ പേരിൽ മനഃപൂർവ്വം പല ദിവസങ്ങളിലും ഷൂട്ടിംഗ് മുടക്കിയ കാര്യങ്ങൾ സംവിധായകൻ ബിനു തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നുവെന്ന് കേട്ടു നോക്കൂ. കാരണം ഒരു ഫൈറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നൊരു ദിവസം ക്ലൈമാക്സ് സീനും കൂടി പ്ലാൻ ചെയ്തൊന്നും മുരളിയേട്ടൻ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഫൈറ്റേഴ്സൊക്കെ മടങ്ങി പോകേണ്ട അവസ്ഥയൊക്കെ അന്ന് വലിയൊരു വല്ലാത്തൊരു സീനൊക്കെ അന്ന് ഉണ്ടായിപ്പോയത്. മുരളിയേട്ടൻ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ ഷൂട്ടിംഗ് നൈറ്റിലായതുകൊണ്ട് ആ ഷൂട്ടിംഗ് നടന്നില്ല. പ്ലാനിംഗ് മിസ്റ്റേക്ക് ആയാലും മാർട്ടിൻ്റെ കഷ്ടകാലമായാലും ഒരു ദിവസം പണമില്ലാതെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. അങ്ങനെ സന്തോഷപ്രദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഷൂട്ടിംഗ് അതൊക്കെ നിർത്തേണ്ടി വരുന്നു. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. മാർട്ടിൻ നേരത്തെ തന്നെ അച്ഛൻ്റെ പേരുള്ള വീടും സ്ഥലവും വിറ്റിരിക്കുന്നു. സഹോദരിമാരുടെ ആഭരണങ്ങളെല്ലാം പണയവും വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ബന്ധുക്കളിൽ നിന്ന് ചില കൂട്ടുകാരിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ കടം വാങ്ങി ഇറക്കി കഴിഞ്ഞു. കാരണം സിനിമയുടെ പ്രാരംഭം തൊട്ട് എഴുത്ത്, മദ്രാസിൽ പോക്ക്, ലാബ് ബുക്ക്, എല്ലാമേരി സംവിധാനം അടക്കമുള്ള താരങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കൽ തന്നെ വലിയൊരു തുക സമയം കൊണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം മാർട്ടിൻ പറയുന്നു, പൈസ നാളെ എത്തും, ഞങ്ങൾ തിരിയുന്നുണ്ട്, വേറെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് രാമേന്ദ്രൻ എവിടേക്കോ പണ്ടരായിട്ട് സംസാരിക്കുന്നത് ജമിനി കണ്ണനായിട്ട് ജമിനി ആയിട്ടായിരുന്നു നമ്മളെ ഒരു ഇതിൻ്റെ ബാക്കി യൂണിറ്റും കാര്യങ്ങളും സംഭവം ഇതൊക്കെ ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ്. ജമിനി കണ്ണൻ അന്ന് ഫൈനാൻസും കാര്യങ്ങളും അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. പല വഴികളിലേക്ക് നോക്കുന്നു, പക്ഷെ ഒന്നും നടക്കും. ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള പണത്തിന് വേണ്ടി മാർട്ടിൻ പലയിടത്തും അലഞ്ഞു നടക്കുമ്പോൾ പലപ്പോഴും ഞാനും സതീശനും ആ കാറിലുണ്ട്. അയോധ്യയിലാണെങ്കിൽ ഷൂട്ടിംഗ് സെറ്റ് മുഴുവൻ ഇതും കാത്ത് അവിടെ തമ്പടിച്ച് വലിയ ചിലവാണ്. ഭക്ഷണവും മറ്റ് ലോഡ്ജിൻ്റെ റൂം കയറിക്കൊണ്ടിരിക്കുന്നു. ഇതനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർട്ടിനെ വിളിക്കുന്നത്, മാർട്ടിനെ കാണാനില്ല, മാർട്ടിൻ എവിടേക്കോ കാശിന് വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിൽ മാർട്ടിൻ്റെ വരവും കാത്ത് ആ അയോധ്യ ഹോട്ടലിൽ രാവും പകരും ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. പടം കമ്മിറ്റ് ചെയ്ത് തുടങ്ങുന്നത് വരെയാണ് പ്രൊഡ്യൂസർക്ക് വിലയുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഒരു വിലയില്ലാ ചരക്കായി മാറും. ഇത് നടൻ മുരളി പോലും താൻ മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്യും, ഇതിവിടെ നിർത്തിവെക്കേണ്ടി വരുമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.